ഓൾ ഒരു യാത്രയിലാണ്. ഫിസിക്കലി ഞാൻ ഒറ്റയ്ക്കും സ്പിരിച്വലി ഞാനും നിലുമയുമായിട്ട് ഒരു യാത്ര പോകുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഡെസ്റ്റിനേഷൻ ഈസ് മലേഷ്യയിൽ ഒരു ഐലൻഡായിട്ടുള്ള പെനാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഫ്ലൈറ്റിൽ ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് കോലാലംപുഴ വരെ, പിന്നെ കോലാലംപുഴ ഒരു 80 മിനിറ്റ്സ് ലേ ഓവർ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് പെനാങ്കിലേക്ക്. അതൊരു വലിയ ഓട്ടമായിരുന്നു. ലൈക്ക് ടൈം ഭയങ്കര ടൈറ്റായിരുന്നു. ലിറ്ററലി ഞാനാണെന്ന് തോന്നുന്നു അവസാനം ബോർഡ് ചെയ്തത്. സോ ഇറ്റ് വാസ് ഭയങ്കര ഒരു റഷിങ് ടൈമായിരുന്നു. പിന്നെ അതിനുശേഷം ബാക്കിയെല്ലാം സ്മൂത്തായിരുന്നു. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ നൈസ്. ഒരു വൈറ്റ് വൈനൊക്കെ കഴിച്ചു. ഇറ്റ് വാസ് നൈസ്. പിന്നെ പെനാങ് എയർപോർട്ടിൽ ഞാൻ കുറച്ച് നേരം സ്റ്റക്കായി. ഒരു സിമ്മിന് കുറച്ച് ഇഷ്യൂ വന്നിട്ട് പിന്നെ ഒരു ഗ്രാബ് വിളിച്ചിട്ട് സ്ട്രെയിറ്റ് ടു എൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക്. പെനാങ്കിലൊരു ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ നേരത്തെ എത്തി. അപ്പോൾ ഞാൻ ബാഗ് അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു സ്ഥലത്ത് കഴിക്കാൻ പോയി. ഈ കഴിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണിത്. അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മ മുടി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നിലുവിനെ ഓർമ്മ വന്നു. നിലുവിൻ്റെ മുടി നമ്മളിങ്ങനെ കെട്ടി വെക്കുമായിരുന്നു. ആ ഒരു ടെക്സ്ചറൊക്കെ ആയിരുന്നു. സോ ഇറ്റ് ഈസ് സോ ക്യൂട്ട് ടു സീ ഹർ. പുള്ളിക്കാരി അവിടെ ഓടി നടന്ന് എന്താ പറയുക ഓർഡറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഞാനൊരു ഫ്രൈഡ് ഓയിസ്റ്റർ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിച്ചു. നൂഡിൽസ് വാസ് ഗുഡ്, ഓക്കേഷ്, ബട്ട് എനിക്ക് പറ്റുന്ന സാധനമായിരുന്നില്ല അത്. ഓയിസ്റ്റർ എനിക്ക് വായിൽ വയ്ക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു പരാജയം ഓർഡറായിപ്പോയി അത് എൻ്റെ ടേസ്റ്റിന്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് നൂഡിൽസ് കഴിച്ചിട്ട് തിരിച്ച് വന്നു. റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങിപ്പോയി. 1 മണി മുതൽ 8 മണി വരെ. 8 മണി കഴിഞ്ഞ് ഞാൻ ഗ്രാബിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി. ബട്ട് ദെൻ ഡെലിവറി ചാർജൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നടന്ന് നോക്കാം. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി ഒരു ചുറ്റ് നടന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് കടയിൽ കയറി കുറച്ച് സ്നാക്സ് മേടിച്ചപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട്, ഹമീദിയ എന്ന് പറഞ്ഞിട്ട്. അവിടെ നാസി കണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്, ഇറ്റ്സ് എ വെരി ഗുഡ് ഡിഷ്. അങ്ങനെ ഞാൻ അവിടെ പോയി. പിന്നെ ഇവിടുത്തെ ആൾക്കാർ കടയിലൊക്കെ കയറുമ്പോൾ എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് ഞാൻ തമിഴ് ആണെന്നാണ് വിചാരിക്കുന്നത് പൊതുവെ. അപ്പോൾ അവരെന്നോട് തമിഴ് സംസാരിക്കും, തമിഴ്നാട് നല്ലതെന്നൊക്കെ ചോദിച്ചു. പീപ്പിൾ ആർ ജനറലി കൈൻഡ്, ഐ തിങ്ക്. സോ ഞാൻ പറഞ്ഞല്ല മലയാളമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹമീദിയ റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ ചെന്നപ്പം ഈ നാസി കണ്ടാർ മേടിക്കാൻ ലോങ് ക്യൂ. ഇത് 1905 സംതിങ്, 100 വർഷം പഴക്കമുള്ള ഹോട്ടലത്ര. അങ്ങനെ ഞാൻ ആ ക്യൂവിൽ കയറി നിന്നു. പയ്യെ അങ്ങ് അകത്ത് വന്നിട്ട് നാസി കണ്ടാർ മേടിച്ചു. ഇറ്റ് വാസ് ലൈക്ക് പല വെറൈറ്റീസ് ഉണ്ട്. റൈസും അതിനകത്ത് കുറച്ച് പല ഗ്രേവീസ് ഒഴിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ചൂസ് ചെയ്യാം, ചിക്കൻ വേണോ ലാമ്പ് വേണോ എന്നൊക്കെ. ഞാൻ ചിക്കനാണ് ചൂസ് ചെയ്തത്. പിന്നെ അത് മേടിച്ച് ഞാൻ തിരിച്ച് റൂമിൽ വന്നു. എനിക്ക് തിരിച്ച് വന്നപ്പോൾ ആളൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇവിടെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. കുറേ ആളുണ്ടായിരുന്നു. കുറേ ഹിസ്റ്റോറിക് ലൈക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള, എന്ന് വെച്ചാൽ ആ ഒരു കടയുടെ ബേസിസിൽ വരുമ്പോൾ നല്ല ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള കടയാണെന്ന് തോന്നുന്നു. കുറേ ഫോട്ടോസും പണ്ടത്തെ കാര്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഒരു നൈറ്റ് വാക്ക്, ഇറ്റ് വാസ് നൈസ്, ഇറ്റ് ഫെൽറ്റ് ഗുഡ്. പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് അതെടുത്ത് പൊതി അഴിച്ചു. ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. നല്ല വിശാലമായിട്ട് തന്നെ കഴിച്ചു. എന്നിട്ട് എന്താ പറയുക, സ്നാക്സ് ഇരിപ്പുണ്ട്. ഇനി വിശക്കുവാണെങ്കിൽ സ്നാക്സ് കഴിക്കാം. ഇപ്പോഴെങ്ങും ഉറക്കം വരും എന്ന് തോന്നില്ല, അത്ര നേരം കിടന്നുറങ്ങിയോണ്ട്. സോ ഫോർ ദ ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് പ്രിറ്റി ഓക്കെ. ബൈ.